സ്വഹാബത്തുൽ കിറാം 30 ആളുകൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്നതിനിടയിൽ അവർക്ക് വലിയ വിശപ്പ് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് കഠിനമായ വിശപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഒരു വീട്ടിൽ കയറി ഭക്ഷണം ചോദിച്ചു. പക്ഷേ ആ വീട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി. ഒരാൾ നമ്മളോട് അന്നം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നം കൊടുക്കാൻ തയ്യാറാണ്. ആ വീട്ടുകാർ സ്വഹാബത്തുൽ കിറാമിന് ഭക്ഷണം തരികയില്ല എന്ന് പറഞ്ഞു. എന്നാലോ അവിടത്തേക്ക് അത് കഠിനമായ വിശപ്പ് കാരണം മുന്നോട്ടേക്ക് പോകാൻ സാധ്യമല്ല, കഴിയുന്നില്ല. അങ്ങനെ സ്വഹാബത്തുൽ കിറാം അതിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇനി നമുക്ക് ഏതെങ്കിലും യാത്രക്കാര് വരുന്ന സമയത്ത് അവരിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് സഞ്ചരിക്കാമെന്ന് പറഞ്ഞവരതാ അവിടെ വിശ്രമിക്കുകയാണ്. ആ സമയത്തതാ ആ നാട്ടിലുള്ള ഗോത്രത്തലവനതാ വിഷപ്പാമ്പ് കടിക്കുകയാണ്. അല്ലെങ്കിൽ വിഷമുള്ള ഒരു ജീവി അങ്ങ് കടിക്കുമ്പോൾ സഹിക്കാൻ കഴിയാതെ വേദന അങ്ങ് അനുഭവപ്പെടുകയാണ്. ആ ഗോത്രത്തലവന് വലിയ വേദന അനുഭവിക്കുകയാണ്. എല്ലാവിധ ചികിത്സയും ചെയ്തു നോക്കി. വൈദ്യന്മാരെ കൊണ്ടുവന്നു, ഡോക്ടർമാരെ കൊണ്ടുവന്നു, അത് വിഷമെടുക്കുന്ന ആളുകളെയും കൊണ്ടുവന്നു. പക്ഷേ ഗോത്രത്തലവന് യാതൊരു ശമനവും കിട്ടുന്നില്ല. ആ സമയത്തതാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരാള് സ്വഹാബത്തുൽ കിറാമിന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുകയാണ്, ഹൽ ഫീകും മൻ റാഖ്, നിങ്ങളിൽ മന്ത്രിക്കുന്ന ആളുകളുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് സ്വഹാബത്തുൽ കിറാമിനോട് ആ ഗോത്രത്തിലുള്ള ആള് വന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തുൽ കിറാം പറയുകയാണ്, ഞങ്ങളിൽ മന്ത്രിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ മന്ത്രിച്ചു തരൂല. സ്വഹാബത്തുൽ കിറാം പറയുകയാണോ, നിങ്ങളോട് അല്പം ഭക്ഷണം ചോദിച്ചപ്പോൾ നിങ്ങൾ തരാൻ വിസമ്മതം കാണിച്ചില്ലേ? അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിച്ചു തരണമെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗോത്രത്തിന്റെ ആള് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവിന്റെ ഗോത്രത്തലവിന്റെ അസുഖം മാറ്റിയാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ തരാം. ആ സമയത്തതാ ഒരു സ്വഹാബത്തുൽ കിറാം അവിടുന്നതാ ഗോത്രത്തലവന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, അത് ഒരു തവണയങ്ങ് ഓതിയിട്ട് മന്ത്രിച്ചപ്പോൾ ഗോത്രത്തലവന്റെ വിഷമങ്ങിറങ്ങുകയാണ്. അവന്റേതായ എല്ലാ വേദനയും മാറുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പവറാണ്. വെറും 7 ആയത്തല്ലേ അതിലുള്ളത്. ആ സൂറത്തുൽ ഫാത്തിഹ അങ്ങ് ഓതിയപ്പോൾ ആ രോഗമങ്ങ് മാറുകയാണ്. ആ സമയത്തതാ ഗോത്രത്തലവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരാണുള്ളത്? സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ 30 പേരാണുള്ളത്, ഞങ്ങൾ 30 ആളുകളാണ് ഉള്ളത് എന്ന് സഹാബി പറയുമ്പോൾ ആ ഗോത്രത്തലവൻ എന്ത് ചെയ്തെന്നറിയുമോ? 30 ആളുകൾക്കും ഓരോരോ ആടിനെ അങ്ങ് കൊടുക്കുകയാണ്. 30 ആളുകൾക്കും ഓരോരോ ആട് വീതം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്,
വളരെ വിശപ്പ് സഹിക്കാതെ മുന്നോട്ട് നടക്കാൻ കഴിയാതെ സ്വഹാബത്തുൽ കിറാം വിഷമിക്കുന്ന ഒരു സമയമല്ലേ, വിശ്രമിക്കുന്ന സമയത്തല്ലേ 30 ആടിനെ കിട്ടുന്നത്. ആ ആടിനെയെല്ലാം തെളിച്ചു വന്ന ഒരു ഭാഗത്തേക്ക് കിട്ടി. എന്നിട്ട് സ്വഹാബത്തുൽ കിറാം പരസ്പരം ചോദിക്കുകയാണ്, സ്വഹാബികൾ പരസ്പരം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മന്ത്രിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രതിഫലം മേടിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ഒരു സൂറത്തല്ലേ ഓതിയത്, പക്ഷേ നമുക്ക് കിട്ടിയതായ പ്രതിഫലമുണ്ടല്ലോ, അത് എത്ര വലുതാണെന്ന് സ്വഹാബികൾ പരസ്പരം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് സ്വഹാബികൾ പരസ്പരം പറയുകയാണ്, നമുക്ക് ഒരാടിനെ അറുത്ത് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് അതിന് പരിഹാരം കാണാം. എന്നിട്ടതാ അവരതാ അങ്ങ് ഭക്ഷണം കഴിക്കുകയാണ്. വിശപ്പെല്ലാം അടക്കിയതാ അവർ ഹബീബായ തങ്ങളെ അടുത്തേക്ക് പോവുകയാണ്. മദീനയിലെത്തിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ യാത്രയിൽ ഒരു അനുഭവം ഉണ്ടായ റസൂലേ, ഞങ്ങളതാ വരുന്ന വഴിയിലതാ ഒരു ഗോത്രത്തലവന്നതാ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തു. ആ ഗോത്രത്തലവൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 30 ആടിനെ തന്നു നബിയേ, അത് ഞങ്ങൾക്ക് മേടിക്കാൻ അനുവദനീയമാണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആ പ്രതിഫലം മേടിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അതിനുള്ള പ്രതിഫലം മേടിക്കാൻ നിങ്ങൾ ഏറ്റവും യോഗ്യരാണ്.